ഇന്ന് നമ്മളൊരു മിററിൻ്റെ മേക്ക് ഓവറാണ് ചെയ്യാൻ പോകുന്നത്. ഈ മിറർ ഒരു 10 വർഷത്തെ പഴക്കങ്ങനും ഉണ്ടാവും. അതിൻ്റെ വാഷ്റൂമിൽ ഇരിക്കുന്ന മിററാണ്. അത് പ്ലാസ്റ്റിക് ആണ് സാധനം. അപ്പോൾ അതുമേൽ കുറേ ആ പ്ലാസ്റ്റിക് കേടായ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് ഒന്ന് മേക്ക് ഓവർ ചെയ്തിട്ടൊരു ന്യൂ ലുക്ക് കൊടുക്കാം. മിററിന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മിററായിട്ട് നമുക്ക് കിട്ടും. ആ പ്ലാസ്റ്റിക്കിൻ്റെ ബോഡിയൊക്കെ കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാമെന്നാണ് എൻ്റെ പ്ലാൻ. എന്താവും എനിക്കറിയില്ല, ചിലപ്പോൾ കൊളാവായിരിക്കും, പക്ഷേ നന്നായി വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ആ മിറർ ഫസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതാണ് സാധനം. അത്യാവശ്യത്തിൽ കൂടുതൽ അഴുക്കുമുണ്ട്, അത്യാവശ്യം നന്നായി പഴകിയിട്ടുമുണ്ട്. നമുക്കിത് ചേഞ്ച് ആക്കി നോക്കി നോക്കാം. മിററിനെ തൂക്കിയെടുത്ത് ഞാൻ എൻ്റെ വർക്ക് സ്പേസിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി ആ കാണുന്ന സ്റ്റാൻഡില്ലേ, അതാദ്യം റിമൂവ് ചെയ്ത് മിററിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. ആ ഫ്രെയിമും മിററും ഈ ഒരു ബ്ലാക്ക് സാധനവും കൂടി സ്ക്രൂ ചെയ്ത് ആദ്യത്തെ പ്ലാൻ മിറർ സെപ്പറേറ്റ് ആക്കിയെടുത്ത് ക്ലേ വെച്ച് ഒരു ബോർഡർ കൊടുക്കാം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് ഊരാൻ കിട്ടുന്നില്ല. ഒന്നുകൂടെ ഞാൻ ആ ഫ്രെയിമിനൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്കതിൻ്റെ സ്ട്രക്ചറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വിൻറ്റേജ് ഓർ ആൻറ്റിക് ലുക്ക് കൊണ്ടുവരാനൊക്കെ ഈ ഫ്രെയിമിനെ കൊണ്ട് പറ്റും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്രെയിമിനെ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്. ജസ്റ്റ് ഇതിൻ്റെ പെയിൻ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് വൈപ്സ് വെച്ച് നന്നായി ക്ലീൻ ചെയ്ത് നന്നായി തുടച്ചെടുത്തു. അത്യാവശ്യം നല്ല പോലെ അണുക്കളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച സ്റ്റാൻഡിലെ അതും ഇതുപോലെ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ജസ്റ്റ് വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇരിക്കുമ്പോൾ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാലൊക്കെ വീഴും താഴോട്ടേക്ക് എപ്പോഴും. ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ ഒരു ഹൈറ്റിൽ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു ബോക്സ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിനി അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാം. 5 mm ഫോം ഷീറ്റിൽ ഇതുപോലെ ഞാൻ 3 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ടിൽക്കും 2 സൈഡിലേക്കും. ഇതിങ്ങനെ പ്ലെയിൻ ആയിരിക്കണേന് എനിക്ക് വലിയ ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ നടുവിൽ കുറച്ച് കട്ടിങ്സ് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നെങ്കിലും ഈ കുഞ്ഞു കുഞ്ഞു പീസസ് ഈ ഫോം ഷീറ്റിൽ കട്ട് ചെയ്യണത് അത്ര എളുപ്പമല്ലായിരുന്നു. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ രക്തക്കളി ആയിരിക്കും. അപ്പം എൻ്റെ കൈ മുറിയും. ഞാൻ വെറുതെ ഒന്ന് കത്തിയെടുത്താൽ മതി, എന്തായാലും എൻ്റെ കൈമുറിയും. അങ്ങനത്തെ സ്വഭാവമാണ് എനിക്ക്. ഫൈനലി കുറച്ച് കഷ്ടപ്പെട്ടിട്ടായിരുന്നെങ്കിലും വിചാരിച്ച പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തു. എൻ്റെ കൈയൊക്കെ ഒരു വിധമായി മോനെ. ഒട്ടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ഫ്ലെക്സ് ഗ്ലൂ തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിലുണ്ടായിരുന്നു, പക്ഷേ അതെന്താ കട്ട പിടിച്ചിട്ടായിരിക്കണേ. സൗണ്ട് കണ്ടോ, കട്ട പിടിച്ചു. അപ്പോൾ തന്നെ പോയിട്ട് ഞാൻ പുതിയ ഫ്ലെക്സ് കേക്ക് വാങ്ങിയിട്ട് വന്നു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കണം. ആ 2 സൈഡും നമ്മൾ ഫോം ഷീറ്റിൽ മുറിച്ചെടുത്തില്ലേ, ആ മൂന്നെണ്ണം നമ്മൾ ഒട്ടിച്ചെടുക്കണം. കാണിച്ചു തരാം. നമ്മൾ ജനൽ പോലെ കട്ട് ചെയ്ത് വെച്ചാൽ ഈ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ 2 സൈഡിലായിട്ടും ചെറിയ പീസസ് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഫ്ലെക്സ് ക്വിക്ക് എനിക്കൊരു പണി തന്നിട്ടുണ്ട്. പണ്ട് ഞാൻ ഏതോ ഒരു ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡ്രോപ്പ് എൻ്റെ പാൻറ്റിൽ വീണു. ലാസ്റ്റ് നോക്കുമ്പോൾ പാൻറ്റും എൻ്റെ കാലും തമ്മിൽ ഒട്ടിപ്പിടിച്ചാണ് ഇരുന്നിരുന്നത്. പിന്നെ അത് കഷ്ടപ്പെട്ട് വലിച്ചെടുത്ത് എൻ്റെ തൊലി അടക്കം പോന്നു. അതൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. നമ്മൾ ഒട്ടിച്ചെടുത്ത ഫോം ഷീറ്റ് നമ്മൾ ആദ്യം മാറ്റി വെച്ച ട്രൈഡില്ലേ, അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കാണുമ്പോൾ എനിക്ക് കുഞ്ഞു കുട്ടികളൊക്കെ എടുത്തുന്ന കട്ടിലില്ലേ, അതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതല്ലല്ലോ. നമ്മളുടെ മെയിൻ പോർഷനായ മിറർ എടുത്ത് മിറർ ഫുള്ള് കവർ ആവുന്ന രീതിയിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. പെയിൻറ്റ് ചെയ്യുമ്പോൾ മിററിലാവാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമ്മളിവിടെ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 319 ബ്രൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണിത്. സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് നന്നായി നമ്മൾ ബോട്ടിൽ ഷേക്ക് ചെയ്യണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഓപ്പൺ സർഫസിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ കാറ്റ് വീശുമ്പോഴും സ്പ്രേ ചെയ്യാൻ പാടില്ല. ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ട്രേ പോലത്തെ സാധനം ഉണ്ടല്ലോ, അതും നന്നായി സ്പ്രേ ചെയ്ത് കവർ ചെയ്യാം. പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ വിത്തിൻ സെക്കൻഡ് നമുക്കത് ഡ്രൈ ആയി കിട്ടും. എൻ്റെ ബാത്റൂമിലേക്ക് ഒന്നും കൂടി മാച്ച് ചെയ്ത് പോവുക. ഒരു വിൻറ്റേജ് അല്ലെങ്കിൽ ഒരു ആൻറ്റിക് പീസ് ആയിരിക്കും, അതിലേക്ക് ഒന്നും കൂടി മാച്ച് ചെയ്ത് പോവുക. കാരണം അതിൻ്റെ ഉള്ളിലത്തെ ടൈൽസൊക്കെ വരുന്നുണ്ട്, ഒരു ബ്രൗണും ബ്രൗൺ അങ്ങനത്തെ ഒരു ഇതാണ്. അതിൻ്റെ ടൈൽസൊക്കെ അങ്ങനത്തെ ഒരു കളറാണ് ബാത്റൂമിൻ്റെ ഇൻറ്റീരിയൽ. അതുകൊണ്ട് തന്നെ അതിലേക്കൊരു ആൻറ്റിക് പീസ് മിറർ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമ്മൾ ഒരു ഗോൾഡ് ആൻറ്റിക്കാണ്
കൊടുക്കാൻ പോണത് ആ മിററിനെ. നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. ഫൈനൽ ലുക്ക് അങ്ങനെയൊക്കെ ഞാൻ പറയണ പോലെയൊക്കെ വരുമെന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇതാ നമ്മുടെ സംഭവം ഫൈനലി സെറ്റായിട്ടുണ്ട്. നമുക്കിനി നമ്മൾ മിററും ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ടാപ്സൊക്കെ റിമൂവ് ചെയ്യാം. ഗൈസ്, നമ്മളുടെ മിററിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് മിററിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഇനി ഇത് വാഷ്റൂമിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനോ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ വാഷ്റൂമിൽ വെച്ചിട്ടുള്ള ലുക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ വാഷ്റൂമിൽ നന്നായി മാച്ച് ചെയ്ത് പോകും. ഇത്തെ സാധനങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. മറ്റേതായിരിക്കുമ്പോൾ ഞാൻ അധികം സാധനങ്ങൾ വെക്കാൻ പറ്റില്ല, അത് വീഴും താഴോട്ടേക്ക്. അപ്പോൾ ഇതാകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഹൈറ്റിൽ ഒരു ഇത് സെറ്റ് ചെയ്തത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.